ഗസയിൽ ഖത്തർ സൈനികരെ അനുവദിക്കില്ലെന്നും തടയുമെന്നും ഇസ്രായേൽ. അന്താരാഷ്ട്ര സേനയെ നിയമിക്കാൻ വേണ്ടിയിട്ട് അമേരിക്കയുടെ പ്രസിഡന്റ് അടക്കമുള്ള 20ഓളം രാജ്യങ്ങൾ തീരുമാനമെടുക്കുകയും അതിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തതിനിടയിലാണ് ഇപ്പോൾ ഇസ്രായേലിൻ്റെ പുതിയൊരു ഭീഷണി ഖത്തറിന് നേരെ ഉണ്ടായിരിക്കുന്നത്. അവർ പറയുന്ന കാര്യം തങ്ങൾ ഖത്തർ സൈനികരെ ഗസയിലേക്ക് പ്രവേശിക്കാൻ അനുവദിക്കുകയില്ല എന്നുള്ളതാണ്. ഇതിനു മുൻപ് തുർക്കിയെക്കുറിച്ചായിരുന്നു പരാമർശം ഉണ്ടായിരുന്നത്. തുർക്കിയെക്കുറിച്ച് പരാമർശം ഉണ്ടായ സമയത്ത് തന്നെ അറബ് രാജ്യങ്ങൾ അതിനെ ശക്തമായി എതിർക്കുകയും അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ അറബ് സേനയെ അങ്ങോട്ട് അയക്കില്ലെന്ന് അറേബ്യൻ രാജ്യങ്ങൾ തീരുമാനമെടുക്കുകയും ചെയ്തു. പിന്നീട് ചെറിയ ചെറിയ ഇളവുകളൊക്കെ നൽകി പിന്നെ ആ വിഷയത്തെക്കുറിച്ച് പിന്നീട് ഇസ്രായേൽ സംസാരിക്കാതായി. അങ്ങനെ ശാന്തമായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഇസ്രായേൽ പറയുന്ന കാര്യം തങ്ങൾ ഒരിക്കലും അനുവദിക്കുകയില്ല ഖത്തറിൻ്റെ സൈനികരെ. അതിന് ഇസ്രായേൽ മുന്നോട്ട് വെക്കുന്ന 2-3 കാര്യങ്ങൾ അതിനോടനുബന്ധിച്ച് തന്നെ പറയുന്നുണ്ട്. ഒന്ന്, ഹമാസിനെ സംരക്ഷിക്കുകയും അവർക്ക് പിന്തുണ നൽകുകയും സുരക്ഷാ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്നതും ഖത്തറാണ്. അതുകൊണ്ട് അവരുമായിട്ട് സഹകരിക്കുക എന്ന് പറഞ്ഞാൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസമാണ്. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, തങ്ങളുടെ ഇൻ്റലിജൻസ് വിവരങ്ങൾ ഖത്തർ ചോർത്തിയിരിക്കുന്നു. അതുകൊണ്ടാണ് ഖത്തറിനെ ആക്രമിച്ച സമയത്ത് അവിടെ ഹമാസിൻ്റെ നേതാക്കന്മാരെ കൊലപ്പെടുത്താൻ വേണ്ടി സാധിക്കാത്തത്. അഥവാ ചാരസംഘത്തിൽപ്പെട്ട ആളുകൾ തങ്ങളുടെ രാജ്യത്ത് ഖത്തറിൻ്റെതായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് എന്ന് ഞങ്ങൾ സംശയിക്കുന്നു എന്ന് ചുരുക്കം. ഈ ഖത്തറിനെ ആക്രമിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് അന്ന് ഏകദേശം 12ഓളം, ഒരു ഡസനോളം എന്നാണ് പറയുന്നത്, അത്രയും ഹമാസിൻ്റെ നേതാക്കന്മാർ ഈ വെടിനിർത്തൽ ചർച്ചയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് തീരുമാനമെടുക്കാൻ വേണ്ടിയിട്ട് ഖത്തറിൻ്റെ നേതൃത്വത്തിൽ അവിടെ മീറ്റിംഗ് കൂടാൻ വേണ്ടി തീരുമാനിച്ചതാണ്. അങ്ങനെ തീരുമാനിച്ച ബിൽഡിങ്, തീരുമാനിച്ച സ്ഥലങ്ങൾ, ഇതെല്ലാം തീയതികൾ, സമയങ്ങൾ എല്ലാം പുറത്ത് ചാടിപ്പോയി. അത് മൊസാദിൻ്റെ സംഘം പുറത്ത് ചാടിച്ചു എന്ന് പറയുന്നുണ്ട്. അതല്ലെങ്കിൽ മറ്റാരെങ്കിലും പ്രവർത്തിച്ചിട്ടോ മറ്റോ ഏതോ കാരണത്താൽ അത് പുറത്ത് ചാടി. ഈ പുറത്ത് ചാടിയതോടനുബന്ധിച്ച് ഈ മേഖല ആക്രമിക്കാൻ വേണ്ടിയിട്ട് ഇസ്രായേൽ തീരുമാനിച്ചു. സമയം നോക്കിയിട്ടാണ് അവർ ആക്രമിക്കുക. അതായത് അവരെല്ലാവരും അവിടെ ഉണ്ടാകുന്ന സമയം കണക്കാക്കിക്കൊണ്ട് അവരെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് ഇസ്രായേൽ തീരുമാനിച്ചു. ഇസ്രായേൽ അത് ആക്രമിക്കുകയും ചെയ്തു. പക്ഷേ അവിടെയുള്ള വിഷയം എന്ന് പറഞ്ഞാൽ ഇങ്ങനൊരു ആക്രമണം നടക്കുന്നുണ്ട് എന്നുള്ള വിവരം ഇസ്രായേലിൻ്റെ ഇൻ്റലിജൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും തുർക്കിക്ക് ചോർന്ന് കിട്ടുന്നു. തുർക്കി അത് അപ്പാടെ ഖത്തറിലെ സൈനികരെ അറിയിക്കുന്നു. ഖത്തർ എന്ത് ചെയ്യുന്നു? വളരെ പെട്ടെന്ന് തന്നെ ഹമാസിൻ്റെ ആളുകളെ അങ്ങോട്ട് പ്രവേശിക്കുന്നത് തടയുകയും അവരെ മറ്റു സുരക്ഷാ മേഖലയിലേക്ക് മാറ്റുകയും ചെയ്യുന്നു. അങ്ങനെ ഇസ്രായേൽ ഖത്തറിനെ ആക്രമിച്ചത് 100% പരാജയമാണ് എന്ന് പിന്നീട് ഇസ്രായേൽ തന്നെ അത് സ്ഥിരീകരിക്കുകയും ചെയ്യുന്നു. ലോകത്തിന് മുമ്പ് വല്ലാത്ത രീതിയിലുള്ള നാണക്കേട് ഉണ്ടാക്കിയിരിക്കുന്ന കാര്യമാണ്. വലിയ ഓപ്പറേഷൻ സംവിധാനം ഉണ്ടാക്കി ലക്ഷ്യം കാണുന്ന രാജ്യമാണ് യഥാർത്ഥത്തിൽ ഈ ഇസ്രായേൽ എന്ന് പറയുന്നത്. അവരുടെ ഓപ്പറേഷൻ പരാജയപ്പെടാറില്ല, തോൽക്കാറില്ല, അതിന് രഹസ്യങ്ങൾ ചോരാറില്ല. വളരെ കൃത്യതയോടുകൂടിയാണ് ഈ സംവിധാന കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാറുള്ളത്. അങ്ങനത്തെ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഖത്തർ എന്ന് പറയുന്ന ഈ കുഞ്ഞു രാജ്യം അവരുടെ ഇൻ്റലിജൻസ് വിഷയങ്ങൾ ചോർത്തി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ മുറിവുണ്ടാക്കിയിരിക്കുന്ന കാര്യമാണ്. ഇത് രണ്ടാമത്തെ ഭാഗമായിട്ട് പറയുന്നത് അങ്ങനെയാണ്. അവരുടെ രഹസ്യം ചോർത്തിയുമായിട്ട് ബന്ധപ്പെട്ട് ഖത്തറിനെ വിശ്വസിക്കാൻ പറ്റില്ല എന്നുള്ളത്. പിന്നെ അടുത്ത മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഹമാസിന് അനുകൂലമായിരിക്കുന്ന നിലപാടാണ് മധ്യസ്ഥ ചർച്ചയിലെല്ലാം പല ഘട്ടങ്ങളിലും ഖത്തർ എടുക്കാറുള്ളത്. തങ്ങളെ ഒറ്റപ്പെടുത്തുന്ന രീതിയിലോ തങ്ങൾ കുറ്റവാളിയാകുന്ന രീതിയിലോ ഉള്ള പല സംസാരങ്ങളും അവരുടെ ഭാഗത്ത് ഉണ്ടാകുന്നുണ്ട്. ഇത് തങ്ങൾക്ക് നിരാശ ഉണ്ടാക്കുന്ന കാര്യമാണ്, പ്രയാസം ഉണ്ടാക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് എന്ത് ചെയ്യില്ല, ഈ കാര്യം തങ്ങൾ അനുവദിക്കില്ല എന്ന് ചുരുക്കം. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഇപ്പോൾ അറബ് രാജ്യങ്ങളിൽ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വലിയ സങ്കീർണമായിരിക്കുന്ന വിഷയങ്ങൾ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അഥവാ ഗസയിൽ ഈ അന്താരാഷ്ട്ര സേനയ്ക്ക് എന്താണ് കാര്യം, അവരെന്ത് സർവീസാണ് അവിടെ ചെയ്യുക എന്നുള്ളത് വ്യക്തമാക്കണമെന്ന് അമേരിക്കയോട് തന്നെ ഇതിൻ്റെ ഇടയിൽ തുർക്കി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവരുടെ സർവീസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വ്യക്തമാക്കണം. അവർക്ക് സഹായ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങളോ സേവന സംബന്ധമായിരിക്കുന്ന കാര്യങ്ങളോ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും അറബ് സംസാരിക്കാൻ അറിയുന്ന അറേബ്യൻ രാജ്യത്തുള്ളവരെയാണ് അങ്ങോട്ട് നിയോഗിക്കേണ്ടത്. തുർക്കി പോലും അറബ് സംസാരിക്കുന്ന ഭാഷയല്ല, അവരുടെ ഭാഷ തുർക്കിഷ് ഭാഷയാണ്. മറ്റ് രാജ്യങ്ങൾ പലതും യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ ഇംഗ്ലീഷോ അല്ലെങ്കിൽ ഡച്ച് ഭാഷയോ അല്ലെങ്കിൽ ഫ്രാൻസോ ജർമ്മനിയോ ഭാഷ സംസാരിക്കുന്നവരാണ്. ശരിക്കും പറഞ്ഞാൽ അത്തരം രാജ്യക്കാർക്ക് ഇംഗ്ലീഷ് പോലും അറിയുന്നത് വളരെ കുറവാണ്. അങ്ങനത്തെ ഒരു രാജ്യത്തിലെ സൈനികരെ
ഈ യുദ്ധ സാഹചര്യങ്ങൾ നിലനിൽക്കുന്ന വലിയ ദുരിതവും വലിയ പ്രയാസവും നിലനിൽക്കുന്ന ഗസ പോലെയുള്ള ഒരു പ്രദേശത്തേക്ക് അയക്കുന്ന സമയത്ത് അവർക്ക് എന്ത് സർവീസാണ് ഭാഷാടിസ്ഥാനത്തിൽ പോലും ചെയ്യാൻ വേണ്ടി സാധിക്കില്ലല്ലോ. അതുകൊണ്ട് എന്താണ് നിങ്ങളുടെ നയങ്ങളും ഉദ്ദേശങ്ങളും വ്യക്തമാക്കണമെന്നാണ് അന്ന് തുർക്കി പറഞ്ഞത്. അതിന് അറബ് രാജ്യങ്ങൾ ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഒഴിഞ്ഞു മാറി. ഈ അറബ് രാജ്യങ്ങൾ എന്ന് പറയുന്നത് സൗദി അറേബ്യ, UAE, ഖത്തർ, ഒമാൻ, ബഹ്റൈൻ, കുവൈറ്റ് പോലെയുള്ളതാണ് അറബ് രാജ്യങ്ങൾ. അതിൽ ജോർദാൻ്റെ സൈനികരും ഈജിപ്തിൻ്റെ സൈനികരും ഉൾപ്പെടും. സിറിയയുടേതിൻ്റെ വിവരങ്ങൾ ഇപ്പോൾ പുറത്ത് വന്നിട്ടില്ല. ലെബനാൻ്റെ സൈനികർ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന വിവരം വന്നിട്ടുണ്ട്. അപ്പോൾ ഈ അറേബ്യൻ രാജ്യങ്ങളെല്ലാം ഒന്നിച്ച് ചേർന്ന് നിൽക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഇവർക്കിടയിൽ പ്രശ്നങ്ങൾ ഇസ്രായേൽ ഉണ്ടാക്കാൻ വേണ്ടി പാടില്ല. അഥവാ ഖത്തറിൻ്റെ സൈനികർക്ക് പ്രവേശനമില്ലാത്തൊരു സ്ഥലത്തേക്ക് എങ്ങനെയാണ് മറ്റുള്ള അറബ് രാജ്യങ്ങൾ പ്രവേശിക്കുക എന്ന് ചോദിച്ചതോടുകൂടി ഇവിടെ ഇപ്പോൾ പ്രതിസന്ധിയിലായിരിക്കുന്നത് ഇസ്രായേൽ തന്നെയാണ്. അവർ ഇതിന് മുൻപ് ഖത്തറിൽ ആക്രമണം നടത്തിയതുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി മാപ്പ് പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നു. ഈ മാപ്പ് പറയുക എന്ന് പറഞ്ഞത് ഇസ്രായേലിൻ്റെ ചരിത്രത്തിലോ നിഘണ്ടുവിലോ ഇല്ലാത്തൊരു സംഭവമാണ്. ഒരു രാജ്യത്തെ ആക്രമിച്ചതിന് ശേഷം ആ രാജ്യത്തോട് മാപ്പ് പറയുക എന്നുള്ളത് അസാധ്യമായിരിക്കുന്ന സംഭവമായിട്ടാണ് വിലയിരുത്തുന്നത്. അത് ഖത്തറിൻ്റെ മുമ്പിൽ നാണക്കേടോട് കൂടിയിട്ട് തന്നെ മാപ്പ് പറയേണ്ടി വന്നു. അത് രണ്ട് കാര്യമാണ്. അവരുടെ ലക്ഷ്യം സാധൂകരിക്കാൻ വേണ്ടി സാധിച്ചില്ല. മാത്രമല്ല ഖത്തറും അമേരിക്കയും തമ്മിലുള്ള ബന്ധത്തിന് മുറിവ് പറ്റാൻ സാധ്യതയുണ്ട് എന്നുള്ള വിലയിരുത്തലും വന്നിട്ടുണ്ട്. ഈ രണ്ട് കാരണവും മാപ്പ് പറയാൻ വേണ്ടി പ്രേരിപ്പിച്ചതാണ്. ഇത് ഇസ്രായേലിൻ്റെ അകത്ത് വലിയ രീതിയിലുള്ള വിമർശനം ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി നെതന്യാഹുവിന് നേരെ ഉണ്ടാവാൻ കാരണമായത് ഈ ഒരു വിഷയമാണ്. കാര്യം നിങ്ങൾ എന്തിന് മാപ്പ് പറഞ്ഞു എന്നാണ് അവർ ചോദിക്കുന്നത്. മാപ്പ് പറയേണ്ട കാര്യം എന്താണ്? എന്താണ് വിഷയം ഉണ്ടായത്? യുദ്ധമുണ്ടാകുന്നത് സ്വാഭാവികമല്ലേ എന്ന തരത്തിൽ. എന്നാൽ നിലനിൽപ്പുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ് എന്ന് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രിക്ക് പറയാനും സാധിച്ചിട്ടില്ല എന്നുള്ളതും ആ ഒരു വിഷയം വലിയ രീതിയിൽ വേദന ഉണ്ടാക്കുന്ന കാര്യമായിട്ടാണ് യഥാർത്ഥത്തിൽ നിലനിൽക്കുന്നത് എന്ന് ചുരുക്കം. അപ്പോൾ നമ്മൾ രണ്ട് വിഷയം എടുത്ത് നോക്കുന്ന സമയത്തും ഇവിടേക്ക് ഗസയിലേക്ക് ഗസയിലേക്ക് ഖത്തറിൻ്റെ സൈനികരെ അയക്കുന്നില്ലെങ്കിൽ പിന്നീട് അവിടെ വലിയ വിഷയത്തിലേക്ക് കാര്യങ്ങൾ പോകും. അറബ് സേന അങ്ങോട്ട് സൈനികരെ അയക്കാത്തൊരു സാഹചര്യം വന്നാൽ ഈ ദൗത്യം 100% പരാജയപ്പെടും. അപ്പോൾ ഗസയെ സംബന്ധിച്ചിടത്തോളം അവിടെ വീണ്ടും യുദ്ധസമാന സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടും. അത് അമേരിക്കക്ക് വലിയ രീതിയിൽ നിരാശ ഉണ്ടാക്കും. മാത്രമല്ല ഇപ്പോൾ തന്നെ അകന്നു നിൽക്കുന്ന അറബ് രാജ്യങ്ങൾ വീണ്ടും അകലാൻ ഇത് കാരണമാകും എന്നുള്ളതും യഥാർത്ഥത്തിൽ അമേരിക്കയെ ഭയപ്പെടുത്തുന്ന കാര്യമാണ്.